ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു teachenglish.com. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റിലെ സീഡ് ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എന്നിവയാണ് നൽകുന്നത്. എല്ലാ ആക്ടിവിറ്റികളുടെയും ഉത്തരങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്നത് AI വോയിസ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വാട്സപ്പ് ചാനലിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ഈ ചാപ്റ്റർ തുടങ്ങും മുമ്പേ 124 പേജിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരം നൽകാം. നൽകിയിരിക്കുന്ന ചിത്രം സൂക്ഷ്മമായി നോക്കി മനസ്സിലാക്കുക. What do you see in the picture? ചിത്രത്തിൽ നിങ്ങളെന്താണ് കാണുന്നത്? ഇനി ഉത്തരം എന്താണെന്ന് നോക്കാം. A small blue house in a barren, dry landscape with a coconut tree. വരണ്ട തരിശായ ഭൂമിയിൽ ഒരു ചെറിയ ഒറ്റനില വീട്, സമീപം ഒരു തെങ്ങ്. Don't you see the barren land beside the house? വീടിനടുത്തുള്ള തരിശായ ഭൂമി നിങ്ങൾ കാണുന്നില്ലേ? Yes, the land beside the house is barren. അതെ, വീടിനടുത്തുള്ള ഭൂമി തരിശാണ്. Have you noticed similar plots of land near your house? നിങ്ങളുടെ വീടിനടുത്തുള്ള സമാനമായ ഭൂമി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? No. My area has plots of fertile land with plenty of water. എന്റെ വീടിനടുത്ത് ധാരാളം വെള്ളമുള്ള ഫലഭൂയിഷ്ഠമായ ഭൂമിയാണുള്ളത്. Yes. My area has plots of barren land due to a lack of water. ഉണ്ട്, എന്റെ പ്രദേശത്ത് വെള്ളത്തിന്റെ അഭാവം കാരണം തരിശായ ഭൂമിയുണ്ട്. How can we make such places useful? അത്തരം സ്ഥലങ്ങൾ നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം? Improve soil, install irrigation, and plant drought-resistant plants. മണ്ണ് മെച്ചപ്പെടുത്തുക, ജലസേചനം നടത്തുക, വരൾച്ചയെ പ്രതിരോധിക്കുന്ന സസ്യങ്ങൾ നടുക. Cultivating the land would be a welcome step. What are the crops cultivated in your locality? ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് സ്വാഗതാർഹമായ ഒരു നടപടിയായിരിക്കും. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? Common crops, vegetables, fruits, and cereals. സാധാരണ വിളകൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ. നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. Question 1. Never think Amma is gone. She is with us. Why did Paru's father say so? അമ്മ പോയി എന്ന് ഒരിക്കലും കരുതരുത്. അവൾ നമ്മുടെ കൂടെയുണ്ട്. പാറുവിന്റെ അച്ഛൻ എന്തുകൊണ്ടാണങ്ങനെ പറഞ്ഞത്? Answer. Paru's father wanted to comfort her. He reminded her that her mother's love and memory are always with them. പാറുവിന്റെ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. അമ്മയുടെ സ്നേഹവും ഓർമ്മയും എന്നും കൂടെയുണ്ടെന്ന് അദ്ദേഹം അവളെ ഓർമ്മിപ്പിച്ചു. Question 2. Paru never felt loneliness. What could be the reason? പാറുവിന് ഒരിക്കലും ഏകാന്ത തോന്നിയിട്ടില്ല. എന്തായിരിക്കാമതിനു കാരണം? Answer. Paru was always surrounded by her loving family. Her father and grandmother were always there for her. പാറുവിന് ചുറ്റും എപ്പോഴും അവളുടെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. അവളുടെ അച്ഛനും അമ്മൂമ്മയും അവൾക്കായി എപ്പോഴും ഉണ്ടായിരുന്നു. Question 3. Pick out 2 sentences from the text that describe the field. ഈ കഥയിൽ നിന്നും പാടത്തെ വിവരിക്കുന്ന 2 വാക്യങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. Answer. It was covered with muddy water. വയലിൽ അല്ലെങ്കിൽ പാടത്ത് ചെളിവെള്ളം നിറഞ്ഞു നിന്നിരുന്നു. A warm breeze made ripples on the surface. ഒരു കുളിർക്കാറ്റ് ജലോപരിതലത്തിൽ അലകൾ സൃഷ്ടിച്ചു. The air was alive with the call of birds. പക്ഷികളുടെ കളകൂജനം കൊണ്ട് അന്തരീക്ഷം സജീവമായിരുന്നു. Question 4. Why were the farmers happy? കർഷകർ സന്തുഷ്ടരായത് എന്തുകൊണ്ടാണ്? Answer. The farmers were happy because Paru and her grandmother joined them. പാറുവും അമ്മൂമ്മയും ഒപ്പം ചേർന്നതിനാൽ കർഷകർ സന്തോഷിച്ചു. Their presence added enthusiasm to the work. അവരുടെ സാന്നിധ്യം ജോലിക്ക് ആവേശം പകർന്നു. Question 5. What is good manure for plants?
ചെടികൾക്ക് നല്ല വളം എന്തെല്ലാമാണ്? Answer. Fallen flowers, leaves, and dead insects that decay in the soil. കൊഴിഞ്ഞ പൂക്കളും ഇലകളും മണ്ണിൽ ചീഞ്ഞൊഴുകിപ്പോകുന്ന ചത്ത പ്രാണികളും. ഫാം തന്റെ വീടാണെന്ന് മുത്തശ്ശി പറഞ്ഞതെന്തുകൊണ്ടാണ്? ഏച്ചുവമ്മയ്ക്ക് കൃഷിയിടം വളരെ ഇഷ്ടമായിരുന്നു. അവൾക്ക് അവിടെ വീടുപോലെ തോന്നി. കഥയ്ക്ക് 4 പതിയ തലക്കെട്ടുകൾ ഇവിടെ നൽകുന്നു. ഫാമിന്റെ ഹൃദയം. പാറുവും വയലുകളും, ഏച്ചുവമ്മയുടെ ജ്ഞാനം, പ്രകൃതി സ്നേഹം. ഇവിടെ നൽകിയ വാചകം നോക്കുക. പാറു അമ്മൂമ്മയെ വളരെയധികം സ്നേഹിക്കുകയും അവരെ ഏച്ചുവമ്മ എന്നു വിളിക്കുകയും ചെയ്തു. അടിവരയിട്ട വാക്കിന്റെ പ്രത്യേകത എന്താണ്? അടിവരയിട്ട വാക്ക് ഗ്രാൻഡ്മദർ ആണ്. ഗ്രാൻഡ് മദർ എന്നീ വാക്കുകൾ ചേർന്നാണ് ഗ്രാൻഡ് മദർ എന്ന വാക്കുണ്ടായത്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കുക. 2 വീതം ചിത്രങ്ങളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് പുതിയ വാക്കുകൾ ഉണ്ടാക്കുക. സൺ, ഫ്ലവർ എന്നീ 2 വാക്കുകൾ ചേർന്നാൽ സൺഫ്ലവർ. സ്റ്റാർ, ഫിഷ് എന്നിവ ഒരുമിച്ചാൽ സ്റ്റാർ ഫിഷ്. ഹാൻഡ് ബാഗ് എന്നിവ കൂട്ടിച്ചേർത്താൽ ഹാൻഡ് ബാഗ്. Question 6. The grandmother said that the farm was her home. Why did she say so? ഫാം തന്റെ വീടാണെന്ന് മുത്തശ്ശി പറഞ്ഞതെന്തുകൊണ്ടാണ്? Answer. Echuvamma loved the farm deeply. ഏച്ചുവമ്മയ്ക്ക് കൃഷിയിടം വളരെ ഇഷ്ടമായിരുന്നു. She felt at home there. അവൾക്ക് അവിടെ വീടുപോലെ തോന്നി. Question 7. Suggest at least 4 titles for the story. Answer. കഥയ്ക്ക് 4 പതിയ തലക്കെട്ടുകൾ ഇവിടെ നൽകുന്നു. Paru and the Fields. പാറുവും വയലുകളും, Echuvamma's wisdom. ഏച്ചുവമ്മയുടെ ജ്ഞാനം, The love of nature. പ്രകൃതി സ്നേഹം. അടുത്തതായി ആക്ടിവിറ്റീസ്. Activity 1. Look at the following sentence. ഇവിടെ നൽകിയ വാചകം നോക്കുക. Paru loved her grandmother very much and called her Echuvamma. പാറു അമ്മൂമ്മയെ വളരെയധികം സ്നേഹിക്കുകയും അവരെ ഏച്ചുവമ്മ എന്നു വിളിക്കുകയും ചെയ്തു. What is special about the underlined word? അടിവരയിട്ട വാക്കിന്റെ പ്രത്യേകത എന്താണ്? അടിവരയിട്ട വാക്ക് ഗ്രാൻഡ്മദർ ആണ്. ഗ്രാൻഡ് മദർ എന്നീ വാക്കുകൾ ചേർന്നാണ് ഗ്രാൻഡ് മദർ എന്ന വാക്കുണ്ടായത്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കുക. 2 വീതം ചിത്രങ്ങളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് പുതിയ വാക്കുകൾ ഉണ്ടാക്കുക. സൺ, ഫ്ലവർ എന്നീ 2 വാക്കുകൾ ചേർന്നാൽ സൺഫ്ലവർ. സ്റ്റാർ, ഫിഷ് എന്നിവ ഒരുമിച്ചാൽ സ്റ്റാർ ഫിഷ്. ഹാൻഡ് ബാഗ് എന്നിവ കൂട്ടിച്ചേർത്താൽ ഹാൻഡ് ബാഗ്. Activity 2. Complete the questions using the words given in the brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ പൂർത്തിയാക്കുക. Write the answers after reading the text. വാചകം വായിച്ചതിനു ശേഷം ഉത്തരങ്ങൾ എഴുതുക. 1. Where did Paru live? പാറു എവിടെയാണ് താമസിച്ചിരുന്നത്? Paru lived in a remote village. ഒരു വിദൂര ഗ്രാമത്തിലാണ് പാറു താമസിച്ചിരുന്നത്. 2. 2. What was Paru's real name? പാറുവിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? Paru's real name was Parvati. പാറുവിന്റെ യഥാർത്ഥ പേര് പാർവതി എന്നായിരുന്നു. 3. Who advised Paru to return home? ആരാണ് പാറുവിനെ വീട്ടിലേക്ക് മടങ്ങാൻ ഉപദേശിച്ചത്? Echuvamma advised Paru to return home. ഏച്ചുവമ്മയാണ് പാറുവിനോട് വീട്ടിലേക്ക് മടങ്ങാൻ ഉപദേശിച്ചത്. 4. 4. Why did Paru look back towards her home? എന്തുകൊണ്ടാണ് പാറു അവളുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയത്? Paru looked back towards her home to see if her father had returned. അച്ഛൻ തിരിച്ചെത്തിയോ എന്നറിയാൻ വേണ്ടിയാണ് പാറു തന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയത്. Activity 3. Read the following paragraph and complete it using the correct form of the words given in the brackets. താഴെ നൽകിയ ഖണ്ഡിക വായിച്ചതിനു ശേഷം ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വാക്കുകളുടെ ശരിയായ രൂപം ഉപയോഗിച്ച് പൂർത്തിയാക്കുക. 2 examples are done for you. 2 ഉദാഹരണങ്ങൾ നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നു. Jimmy and Pinky were good friends. ജിമ്മിയും പിങ്കിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. One day, they were playing under a big mango tree.
ഒരു ദിവസം അവർ ഒരു വലിയ മാവിന് ചുവട്ടിൽ കളിക്കുകയായിരുന്നു. They heard a squeaking sound from somewhere. അപ്പോൾ എവിടെ നിന്നോ ഒരു ഞരക്കം അവർ കേട്ടു. Jimmy looked up. ജിമ്മി തലയുയർത്തി നോക്കി. He saw a squirrel greedily eating a ripe mango. ഒരു അണ്ണാൻ അത്യാർത്തിയോടെ പഴുത്ത മാങ്ങ തിന്നുന്നത് അവൻ കണ്ടു. Oh, ripe mangoes! Jimmy called out loudly. ഓ, പഴുത്ത മാമ്പഴം! ജിമ്മി ഉറക്കെ വിളിച്ചു പറഞ്ഞു. Pinky requested Jimmy to get the ripe mangoes. പഴുത്ത മാമ്പഴം പറിച്ചു നൽകാൻ പിങ്കി ജിമ്മിയോട് ആവശ്യപ്പെട്ടു. Jimmy picked up some sharp stones from the ground and started throwing them up at the mangoes. ജിമ്മി നിലത്ത് നിന്ന് കൂർത്ത കല്ലുകൾ എടുത്ത് മാമ്പഴം ലക്ഷ്യമാക്കി എറിയാൻ തുടങ്ങി. A big, ripe mango fell on the ground. ഒരു വലിയ പഴുത്ത മാങ്ങ നിലത്ത് വീണു. Pinky and Jimmy ran fast to pick the mango. പിങ്കിയും ജിമ്മിയും മാങ്ങ എടുക്കാൻ വേഗത്തിൽ ഓടി. While running, Pinky pushed Jimmy and snatched the mango. ഓടുന്നതിനിടയിൽ പിങ്കി ജിമ്മിയെ തള്ളി മാങ്ങ എടുത്തു. Poor Jimmy! പാവം ജിമ്മി. He didn't get the mango. അവന് മാമ്പഴം കിട്ടിയില്ല. On seeing Jimmy's sad face, Pinky shared the mango with him. ജിമ്മിയുടെ മുഖം കണ്ടപ്പോൾ പിങ്കി മാമ്പഴം അവനുമായി പങ്കിട്ടു. Activity 4 World Farmers Day, 14th May, has arrived. ലോക കർഷക ദിനം മെയ് 14 വന്നെത്തി. Paru thought, I must surprise my grandma, a greeting card. പാറു ചിന്തിച്ചു, എനിക്ക് എന്റെ മുത്തശ്ശിയെ ഒരു ആശംസാ കാർഡേച്ച് ഒന്ന് തുതപ്പെടുത്തണം. Let's help Paru make the greeting card. ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ നമുക്ക് പാറുവിനെ സഹായിക്കാം. 2 ആശംസാ കാർഡുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആശംസാ കാർഡുണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ. Activity 5 Paru and her grandmother were in their paddy field. പാറുവും അമ്മൂമ്മയും അവരുടെ നെൽപ്പാടത്തായിരുന്നു. You have seen such paddy fields, haven't you? അത്തരം നെൽപ്പാടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? Draw a picture of a paddy field in your notebook. നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു നെൽപ്പാടത്തിന്റെ ചിത്രം വരയ്ക്കുക. Write a few sentences about it. അതിനെക്കുറിച്ച് കുറച്ച് ഏതാനും വാക്യങ്ങൾ എഴുതുക. Paddy fields are filled with water and have green paddy plants. പച്ചപ്പുള്ള നെൽച്ചെടികളുള്ള പാടങ്ങളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. The plants sway gently in the breeze. ചെടികൾ കാറ്റിൽ മെല്ലെ ആടുന്നു. Standing in this paddy field, I can feel the warmth of the sun and the coolness of the water beneath my feet. ഈ നെൽപ്പാടത്ത് നിൽക്കുമ്പോൾ സൂര്യന്റെ കുളിരും കാലിന് താഴെയുള്ള വെള്ളത്തിന്റെ തണുപ്പും എനിക്ക് സുഖമുള്ള അനുഭവമാണ്. Activity 6 Echuvamma enjoyed the beauty of the green paddy field. പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടത്തിന്റെ ഭംഗി ഏച്ചുവമ്മ ആസ്വദിച്ചു. She held the green paddy plants close to her chest and started singing a beautiful folk song. പച്ച നെൽച്ചെടികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ മനോഹരമായ ഒരു നാടൻ പാട്ട് പാടാൻ തുടങ്ങി. Read the song and add more lines to it. പാട്ട് വായിച്ച് അതിൽ കൂടുതൽ വരികൾ ചേർക്കുക. We are farmers on this land. ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്. We plow the soil, we till the soil. ഞങ്ങൾ ഭൂമി ഉഴുതുമറിക്കുന്നു. We sow the seeds. ഞങ്ങൾ വിത്ത് വിതയ്ക്കുന്നു. We see them grow. അവ വളരുന്നത് ഞങ്ങൾ കാണുന്നു. We are happy in this world. ഈ ലോകത്ത് ഞങ്ങൾ സന്തുഷ്ടരാണ്. We are farmers on this land. ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്. We work together, hand in hand. ഞങ്ങൾ കൈകോർത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. We care for crops through sun and rain. വെയിലിലും മഴയിലും ഞങ്ങൾ വിളകൾ പരിപാലിക്കുന്നു. We are happy in this world. ഈ ലോകത്ത് ഞങ്ങൾ സന്തുഷ്ടരാണ്. We are farmers on this land. ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്. The fields are green, the harvest grand. വയലുകൾ പച്ചയാണ്, വിളവെടുപ്പ് മഹത്തരമാണ്. With hearts so full, we sing this song.
നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ ഈ ഗാനം ആലപിക്കുന്നു. We are happy in this world. ഈ ലോകത്ത് ഞങ്ങൾ സന്തുഷ്ടരാണ്. Second version. We are farmers on this land. 2 ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്. We plow the soil. We till the soil. ഞങ്ങൾ മണ്ണ് ഉഴുതു പാകപ്പെടുത്തുന്നു. We sow the seeds. ഞങ്ങൾ വിത്ത് വിതയ്ക്കുന്നു. We see them grow. അവ വളരുന്നത് ഞങ്ങൾ കാണുന്നു. We are happy in this world. ഈ ലോകത്ത് ഞങ്ങൾ സന്തുഷ്ടരാണ്. We are farmers on this land. ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്. We work through heat. We work through rain. ഞങ്ങൾ ചൂടിലും മഴയിലും പണിയെടുക്കുന്നു. With nature's help, we raise the grain. പ്രകൃതിയുടെ സഹായത്തോടെ ഞങ്ങൾ ധാന്യങ്ങൾ വളർത്തുന്നു. We are happy in this world. ഈ ലോകത്ത് ഞങ്ങൾ സന്തുഷ്ടരാണ്. We are farmers on this land. ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്. We tend the fields. Our hearts are true. ഞങ്ങൾ വയലുകൾ പരിപാലിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്. From dawn till dusk, we see it through. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളത് കാണുന്നു. We are happy in this world. ഈ ലോകത്ത് ഞങ്ങൾ സന്തുഷ്ടരാണ്. Activity 7. Program Notice. The Farmers Club of Kanikthur Grama Panchayat has decided to celebrate Farmers' Day on Chingam 1. കാണിക്കത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഫാർമേഴ്സ് ക്ലബ്ബ് ചിങ്ങം 1 കർഷക ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. Let's read their program notice. അവരുടെ പ്രോഗ്രാം നോട്ടീസ് വായിച്ചു നോക്കൂ. The Farmers Club in your school has decided to celebrate the harvest of vegetables grown in the vegetable garden of the school. നിങ്ങളുടെ സ്കൂളിലെ ഫാർമേഴ്സ് ക്ലബ്ബ് സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൽ വിളയിച്ച പച്ചക്കറികളുടെ വിളവെടുപ്പ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. Prepare a notice for the program. ഇതാ നോട്ടീസ്. Farmers Club, your school name, Harvest Festival Celebration. Notice, dear friends, we are excited to celebrate the bountiful harvest of vegetables grown in our school vegetable garden. Join us as we honor the hard work and dedication of our young farmers. Date 20th January 2025. Time 10:30 a.m. Venue School Auditorium. School name. All are invited. The name of Secretary of the club. Write the date here. 10th January 2025. Program. Welcome speech. Secretary's name. Secretary. Farmers Club. Presidential address. Ms. Principal's name. Principal. School name. Token of appreciation to student farmers. Mr. Guest's name. Guest of honor. Felicitation. Mr. Panchayat member's name. Member. Local Panchayat. Vote of thanks. Ms. Student's name. Convener. Farmers Club. School name. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.